ഹായ് ഫ്രണ്ട്സ്, ഇത് കുട്ടാനപ്പറമ്പ് ഉത്സവ വിശേഷങ്ങളാണേ. ശരിക്കും ഉത്സവം മെയ് 1, അതായത് ഇന്നലെയായിരുന്നു ഉണ്ടായിരുന്നത്. 30 രാത്രി വളരെ നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ ഇച്ചിരി നേരം വൈകിട്ടാണ് 1 എണീറ്റത് കേട്ടോ. എണീറ്റും കുളിച്ചൊരുങ്ങി എല്ലാം കഴിഞ്ഞ് അമ്പലത്തിലോട്ട് എത്തിയപ്പോഴേക്കും ആന ശിവേലിയും കഴിഞ്ഞ് പോയിരുന്നു. നല്ല ചൂടായതുകൊണ്ട് തന്നെ ശിവേലി പെട്ടെന്ന് നടത്തി ആനയെ ആ ഭാഗത്തുനിന്ന് മാറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അമ്പലത്തിലെത്തിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. നമ്മളങ്ങനെ വിട്ടുകൊടുക്കുമോ? ആനയെ കാണാൻ നമ്മൾ ആനയെ കെട്ടിയെടുത്ത് പോയിരുന്നു. എനിക്ക് ഇച്ചിരി പേടിയുള്ളതുകൊണ്ട് ഞാൻ നന്നായിട്ട് ദൂരത്ത് നിന്നിട്ടാണ് കേട്ടോ ആനേനെ കണ്ടത്. പക്ഷെ അടിപൊളിയായിരുന്നു, എന്തൊരു ഭംഗിയായിരുന്നു, നല്ല കറുപ്പായിരുന്നു ആനേനെ കാണാൻ. അങ്ങനെ കുറച്ചു നേരം ആനേനെ കണ്ട് ആനയുടെ സൗന്ദര്യം ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ ആ ഭാഗത്തുനിന്ന് പോയി. തിരിച്ച് ഞങ്ങൾ അമ്പലത്തിലോട്ട് എത്തിയതിന് ശേഷം ഒരു തണലുള്ള സ്ഥലത്ത് നോക്കിയിരുന്നു. എന്തായാലും വന്നതല്ലേ, അന്നദാനം കൂടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ അമ്പലത്തിൽ പൂജകൾ നടക്കായിരുന്നു കേട്ടോ. പൂജ കഴിയാണ്ട് അന്നദാനം കിട്ടില്ല. എന്നാൽ പിന്നെ കുറച്ച് നേരം ഞങ്ങൾ സൊറ പറയാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം നല്ല ചൂടായതുകൊണ്ട് ഫോൺ നല്ല ഹീറ്റായിരുന്നു. ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കൂടെ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് പേര് പറഞ്ഞു എന്നാൽ പിന്നെ അവനക്കും കൂടി വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അവന് വാങ്ങിച്ചു കൊടുത്തത് റെയിൻബോ ഐസ്ക്രീം ആയിരുന്നു. ആ ഐസ്ക്രീം ഇങ്ങനെ മല പോലെയായിരുന്നു കേട്ടോ. നല്ല ചൂടല്ലേ, ഇതിങ്ങനെ അടിയിൽക്കൂടി ഉരുകി ഉരുകി പോവായിരുന്നു. അവനെ കൊണ്ടിട്ടിട്ട് ആദ്യത്തെ ലെയർ പോലും കഴിക്കാൻ പറ്റുന്നുണ്ടായില്ല. ഐസ്ക്രീം അങ്ങനെ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അവൻ പോയിട്ട് പ്ലേറ്റ് എടുത്തിട്ട് വന്നിട്ടാണ് കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ പുതിയ ഐസ്ക്രീം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പ്ലേറ്റ് ഐസ്ക്രീം. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അന്നദാനം കഴിക്കാൻ പോയി. അവിടെ നല്ല ക്യൂ ആയിരുന്നേ. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയത്. ഇങ്ങനെ കഴിക്കുമ്പോഴാണ് ഫുഡിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അന്നദാനവും കഴിച്ച് വീട്ടിലോട്ട് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് പോയി.